ഹലോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചു വന്നു. എപ്പിസോഡ് 2 സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 കുറച്ച് ഗ്രൈൻഡിങ് ടൈമോട്ടൊക്കെ കിട്ടി. പുതിയ ഇപ്പം കുറച്ച് നേരമല്ല ഇന്നലെ കിട്ടിയതാ. ഞാൻ പിന്നെ ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോഴാണ് കയറിയത്. കുറച്ചുകൂടി കുറേ ഇത് കിട്ടി, ഡയമണ്ട്സ് ഒരു 27 കിട്ടിയത്. പിന്നെ ഞാൻ പുതിയൊരു വീടും ഉണ്ടാക്കി. പിന്നെ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ച്. അത് നിങ്ങളെവിടെ കണ്ട ഞാൻ തന്നെ നെട്ടിപ്പോയി. ഞാൻ ഒരു മൈനിങ്ങിന് പോയപ്പോഴാണ് കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ പഴയ വീട്. നിങ്ങൾ കണ്ട ഓർമ്മ കണ്ടിരിക്കണം. കുറച്ച് ബെഡൊക്കെ കിട്ടുമ്പോൾ ബെഡല്ല, ഈ സാധനം ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തത്. ഇതൊക്കെ പിന്നെ ഈ 2 ആയപ്പോൾ എത്ര രാത്രി ഓർമ്മ എന്തൊക്കെയോ പണി ചെയ്തതിൻ്റെ വീഡിയോ. പിന്നെ ഇതെങ്ങനെയുണ്ട്, അടിപൊളി ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ എപ്പിസോഡിലില്ല തോന്നുന്നു. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ ഒരു ബോട്ടിൽ നിർത്തിയിടാൻ സ്ഥലം കണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഫൗണ്ടൈൻ അങ്ങോട്ട്, ഫൗണ്ടൈൻ വെച്ചാൽ ഇത് സൂപ്പറല്ലേ ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈൻ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. മാപ്പ് വെച്ചാൽ ഇതാണ് മാപ്പ്. ഇനിയും കുറച്ചുകൂടി സ്ഥലമുണ്ട്. പിന്നെ ഇത്രയും ബെഡൊക്കെ ഞാൻ ഷീപ്പിന് അനുസരിച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷെ കുറേ വില്ലേജറാവാനാണ്. പിന്നെ അടുത്തത് എൻ്റെ വീടാണിത്. ഇഷ്ടപ്പെടുക എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സൈസ്. പിന്നെ 2 ട്രൈഡൻ്റ് കിട്ടി. പിന്നെ ഗ്ലോ സ്റ്റോൺ ഇവിടെ തോറ്റി ശരിയാക്കണം. എന്താ സാധനം പൊട്ടി എങ്ങനെയോ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഡയമണ്ടും കുറേ സാധനം. 24 ഡയമണ്ട്, 14 അയൺ കുറവാ. പിന്നെ നെതർ പോകാത്ത അവിടെ. പിന്നെ ഇതുണ്ട്, ഫ്ലൈയിങ് മെഷീൻ ഉണ്ടാക്കിയതാണ്. നെതർ പോയതാണ് ഒരു ഓർമ്മ. അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഒരു സാധനം കാണിക്കുമ്പോൾ എൻ്റെ പെറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഫിഷിന് എടുത്ത്. പിന്നെ രാത്രിയായി. പിന്നെ ഇതിൻ്റെ മേലെ ഇപ്പം ഒന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കേണ്ടതൊന്നുമില്ല. ഇതേറ്റ കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ ക്രീപ്പറ് പൊട്ടി തെറിച്ചോണ്ട് ഞാൻ എങ്ങനെ വെച്ചത്. ക്രീപ്പർ പൊട്ടി വെച്ചത്. അങ്ങനെയൊക്കെ 40 കിടന്ന് പറഞ്ഞു. ഇത് മേലേക്ക്. ഇതാണ് എൻ്റെ ബെഡ്. പിന്നെ എൻ്റെ ഈ പൂച്ച എത്ര നേരമോ ഇതിൻ്റെ മേലെ വരും. അങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ പറ്റിയ പൂച്ചയ്ക്കാണ് ഇഷ്ടപ്പെട്ട. പിന്നെ ഇതിൻ്റെ മേലെ ഒന്നിൽ വെറുതെ മറ്റേ സബ്സ്ക്രൈബേഴ്സ് അതാണ് മറ്റേ ടെക്നോബ്ലേഡ് പണ്ട് ചെയ്തത്. പണ്ടല്ല, ഡ്രീം SMB എന്തോ അങ്ങനത്തെ തൊട്ടാണ്. എനിക്കറിയില്ല, ഞാൻ തന്നെ എന്തോ ചെയ്ത. പിന്നെ ഇതും അങ്ങനെ തന്നെ. ഇത് സ്ട്രോങ് ഹോൾഡ് ഇങ്ങനെ കണ്ട. സ്ട്രോങ് ഹോൾഡ് ഈ ഓട്ടയാണ്. സ്ട്രോങ് ഹോൾഡ് ഞാൻ മൈനിങ്ങിന് പോയി. ഇത് ഞാൻ ലൈറ്റ് ചെയ്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല ഇതുവരെ. കുറച്ച് പ്രിപ്പയർ ആവണം. പിന്നെ ഇതിനെയും കുറച്ച് ഇത് ചെയ്തു. 2 ആർമർ-ട്രീ കിട്ടി. പിന്നെ ഇപ്പം ഒരു ബോട്ടെടുത്തിട്ട് എങ്ങോട്ടോ പോയി. ഇങ്ങനെ വഴിയില്ല. ഇവിടെ തിരിച്ചേരെ കുറച്ച് പ്രയാസപ്പെട്ട്. അപ്പോൾ ഈ കിട്ടിയ സാധനമാണ് ഇത് 6 എണ്ണം.
ഇനി ഇതൊക്കെ ഇതിൻ്റെ മേലെ വെച്ച ട്രാപ്പ് ഡ്രോർ വെച്ച വില്ലേജർ സീറ്റ് മേലെ കയറി വെറുതെ ഫാബ് പോക്കട്ട് വെച്ച് അല്ലെങ്കിൽ ഞാനായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് നെതർ പോർട്ട്. കുറേ അയങ്കോലുണ്ട് വെറുതെ. അങ്ങനെ വെച്ച് വില്ലേജർ വരാതൊക്കെ പിഗ്ലിൻസൊക്കെ എന്നെ കൊല്ലാൻ വന്നിട്ടായിരുന്നു. പിഗ്ലിൻസ് അവന്മാരിൻ്റെ അടിയിലൊടിയുണ്ട്. ഡിസ്പോൺ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ വെറുതെ ശരിക്കും എൻ്റെ വീട് പഴയ വീടല്ല, ഫസ്റ്റ് വീഡിയോ ആടാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ എൻട്രൻസ്. പക്ഷേ ഇവിടെ ലെവലൊക്കെ ആക്കി കറക്റ്റാണ്. ഇത് ഇവിടെ മാഗ്മയായിരുന്നു, പിന്നെ കോപ്പി സ്റ്റോൺ വെച്ചത്. ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും പിഗ്ലിൻസ് ഉണ്ട്. ഇല്ലല്ലോ, എനിക്ക് പേടിയില്ല. അല്ലെങ്കിൽ ഗോൾഡൻ ഹെൽമെറ്റ് ഉണ്ട്. എവിടെ നിന്നൊക്കെയൊക്കെ ഇതിൻ്റെ മേലൊക്കെ ചാടി എന്നൊക്കെ ക്ലോസ് ചെയ്ത് കേട്ടോ. ഞാൻ ക്ലോസ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യണ്ടോ അണ്ണന്മാർ ഇതിൻ്റെ മേലോട്ടൊരു ബാഷൻ തോന്നുന്നു. ഞാൻ പോയി നോക്കിയില്ല. അണ്ണന്മാർ എവിടെ നിന്നൊക്കെയൊക്കെയാണ് വരിക എനിക്കറിയില്ലേ. ഇങ്ങനെ സ്പൂണാവും. ഞാൻ എല്ലായിടത്തും അടച്ച് വെച്ച പക്ഷേ സ്പൂൺ ചെയ്താൽ പിന്നെ ഞാനിവിടെ എവിടെയോ ഒരു ഹോട്ടലുണ്ടാക്കിയിട്ട് അതാ ഞാൻ കുറച്ച് കണ്ടുപിടിക്കാൻ പോയതോ. നഗർ പോർട്ടിൽ വെറുതെ ഉണ്ടാക്കി വെച്ചു. ഇത്രയും ദൂരം വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിയാലോ. പക്ഷെ എത്തിയത് വേറൊരു സ്ഥലം വിറ്റി. ഇതെന്താണ് ലോഡാവാത്ത? ഓക്കെ അവിടെ ഇതില്ലേ ഒരു ചെറിയ ഗെയിം. ഇവിടെ കുറെ അയണ്ടായിരുന്നു, ഒക്കെ മൈൻ ചെയ്താ. ഇതിൻ്റെ മേലേക്ക് ഞാൻ മൈൻ ചെയ്ത് പോയത്. ഇതായും ഇതിൽ കൂടെ മൈൻ ചെയ്ത് പോയതാ. മൊത്തം വെള്ളം പിന്നെ തിരിച്ചതേ കുറേ പോർട്ടുകൾ ഉണ്ടാക്കി. അതൊക്കെ അവളെ വെള്ളത്തിൻ്റെ നല്ല മേലെ ഒരു പോർട്ടിൽ നമ്മളെ പിഗ്ലിൻസൊക്കെ വെറുതെ ഈ പോർട്ടിൽ ഉണ്ടോ അറ്റാക്ക് ചെയ്ത് നോക്കിയത്. എവിടുന്നോ മനസ്സിലായി. ഇതൊരു സ്പീഡ് സ്പോൺ. ഇതൊക്കെ എപ്പോൾ നടന്ന കാര്യമാണ്. പിന്നെ ഈ ഡിസൈൻ ഒരു കൊമ്പൊക്കെ ഉണ്ടോ. കൊമ്പൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട മനസ്സിലാവും. അവിടെ 2 അയങ്കോലം ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ ആ അയങ്കോലം ഇവരെങ്ങനെയല്ല ഇവരേനായി ഇവിടെ ലൈബ്രറിൻ്റെ മറ്റേ സാധനം ആർക്കില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇവിടെ. പിന്നെ സാമ്പിളിങ് കിട്ടി. നിങ്ങൾക്ക് അറിയില്ലേ, എനിക്കറിഞ്ഞൂടാ. ഇത് ചെയ്യാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇവിടെ ഒരു മരം ഇല്ലായിരുന്നു. പിന്നെ ഏതോ വീടിൻ്റെ സൈഡ് ഒട്ടിച്ചെടുത്ത ഒരു സാമ്പിളിങ്ങിനോണ്ട് ഇത്രയും ഇനി അതിൻ്റെ അപ്പുറം വരെ കണ്ട്. ഇവിടെ മൊത്തം കാടായി. ഈ സാധനമൊക്കെ മൊത്തം കവർ ചെയ്തൊരു നല്ല പാത്തൊക്കെ ഉണ്ടാക്കണം. ഇതുണ്ടായത് കഷ്ടം. പിന്നെ ഈ സാധനം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലിങ്സാക്ക് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു. പിന്നെ ഇതാണ് എൻ്റെ ഹോഴ്സ്. ഇതിൻ്റെ സാഡിലുണ്ട് വെറുതെ കെട്ടിയിട്ടേക്കുക. പിന്നെ ഈ അയങ്കോലൊക്കെ എന്തിനോ ഇങ്ങോട്ട് ചാടി കയറിയിട്ട്. ഓക്കെ ലീജർ എന്താണ് ഓടിപ്പോണ്ടല്ലോ.
ഇവന് കാർട്ടോഗ്രാഫർ ഇവരൊക്കെ എവിടുന്നാടാ വരുന്നത്? കാർട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞോട്ടെ. എനിക്കൊരു കാലൊരു കാർട്ടോഗ്രാഫറിൻ്റെ മറ്റേ ടേബിള്, കാർട്ടോഗ്രാഫി ടേബിൾ. ഇതോടെ ഒരു പച്ച കളറോടെ ഉണ്ടല്ലോ. എനിക്കറിയില്ല എന്തൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് മൂടിയിട്ട് എന്തിനാ അറിയോ? ഇതിൻ്റെ അടിയിൽ ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു. ഇന്നലെയോ മെന്നാ തൊട്ടാണ് ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു. ആ ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ഇല്ല, തെറിച്ചില്ല. ഞാൻ അപ്പം മൂടി വെച്ച ഗ്യാപ്പ് പുറത്തേക്ക് കയറട്ടെ. പക്ഷേ ഡീസ്പോണായി. ഇത് ഈ ഡിസൈന് ഇവിടെ എന്തെങ്കിലും തൂക്കിയിടണം, മറന്നു പോയതാ. പിന്നെ ഞാൻ പാർക്കർ കിങ്ങായിട്ട് എല്ലാവരും പാർക്കറിന് അത്ര കിങ്ങൊന്നല്ല. എനിക്ക് മറ്റേ ഒരു യൂട്യൂബറില്ല ഗെയിം ബേസ്ഡ് വീഡിയോ യൂട്യൂബ് ആയിട്ട് എന്താണ് അവൻ്റെ മൈക്രോസോഫ്റ്റ് ഞാൻ കയറുമ്പോൾ എനിക്കൊരു ഷോർട്ടായിട്ട് ക്ലിപ്പ് ഉണ്ടാക്കണ്ടേ ആ ചേരാം. അതിൽ ഞാൻ കയറി. ഞാനപ്പോൾ ഓനൊരു എന്തോ ഒരു സാറൊന്നും ഷെയർ ചെയ്യില്ല. ഞാൻ പറയൂ ഗോ മേക്ക് യുവർ തിങ്സ് അലോൺ. ഞാൻ ടൂൾസ് അല്ലെങ്കിൽ പിന്നെ ഓൺ ഉണ്ടാക്കി തരൂ. ഞാൻ മനസ്സിലാവേ അപ്പോൾ ഓൺ ഉണ്ടാക്കി തരുള്ളൂ, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓൻ്റെ ബേസിൽ നിന്ന് അവൻ്റെ ബേസോട് പറഞ്ഞോണ്ട് എന്തൊരു സാധനം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത്ര ആ വീട്. അപ്പോൾ ഇതൊന്നും അവൻ്റെ ബേസിൻ്റെ മേലെ നല്ല ഹൈറ്റ് ചീനങ്ങാട് അടിപൊളി 3 ഫ്ലോർ ഒട്ടടിയിരുന്നു. ഏറ്റവും മേലെ നിന്ന് ഇരുന്ന് ചാടി ഒരു കുതിരേനാണ് കെട്ടിയിട്ടിട്ട് കറക്റ്റ് ഇങ്ങനെ മേലെ വീണെന്താ. അതിന് മുമ്പ് പറയാം ആ ഒരു ഹാക്കിങ് ഓൻ കണ്ടില്ല. ഞാൻ ചാടി ഈ കുതിരേനെ മേലെ ഒരു സ്പോട്ടിൽ ഇറങ്ങി. ഞാൻ ക്ലിപ്പ് എടുക്കാൻ തന്നെ മറന്നുപോയി, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഓൻ ലൈവ് സ്ട്രീം ചെയ്തിരുന്നപ്പോൾ ഓൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ക്ലിപ്പ് ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ട് അത് എന്തായാലും ഇന്നോ നാളെ വരും. പിന്നെ നമ്മൾ ഒന്നും അത്രയൊന്നും ചെയ്തിട്ടില്ല. ഒരു പണിയായിരുന്നു. പണിക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവുക. എവിടെയോ അതാ ഈ സൈഡോ ആ സൈഡോ. ഞാനൊരു ബോട്ട് നിർത്തിയിടാൻ ഒരു സ്ഥലം നോക്കാതെ എനിക്കവിടെ ഇവിടെ പറ്റിയ പക്ഷേ റെഡ് സ്ഥലം നോക്കണേ. പിന്നെ ഇല്ലേ എന്തിനാണ് വെച്ചത് ഇവിടെ എത്ര കൊല്ലം എങ്ങനെയൊരു സ്പോണാണ് എനിക്ക് ഫാം നടത്താൻ സ്ഥലം. എനിക്ക് കൊല്ലാനുള്ള TNT-യാണ് ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം കൊണ്ടൊന്നും പൊട്ടില്ല. ചിലത് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത വെറുതെ ഇങ്ങനെ വയ്ക്കും. എനിക്ക് നോക്കാം ഇവിടെ വില്ലേജറൊക്കെ ഉണ്ട്. അവിടെ ലാൻഡ് ആയിരുന്നു. വില്ലേജേഴ്സ് അങ്ങനെ വരും പറഞ്ഞോളാം. നടന്നില്ല ഞാൻ പോയപ്പോൾ. ചിലപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഇല്ല. ഞാൻ ഇവിടെ ചങ്ക് തൊട്ടടുത്തിരിക്കില്ലേ, വീടിൻ്റെ തൊട്ടടുത്ത്. കടയിൽ വെള്ളം കഴിച്ചു കൊണ്ടുപോകും. ഇത് മേലേക്ക് നല്ല പറയാം സൈസ് വെക്കുമ്പോൾ എനിക്കറിഞ്ഞോളാം. ഒരു ലാൻഡ് ഉണ്ട്. നല്ല രാത്രിയാകുമ്പോൾ അവിടേക്ക് നല്ല ബോക്സിങ്. ഞാൻ പിന്നെ അവിടെ കഴിഞ്ഞ് എൻ്റെ ശബ്ദം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആവില്ല. എന്നല്ല എൻ്റെ ശബ്ദം ലേശൊക്കെ മാറുന്നുണ്ട്. ആണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം. ശബ്ദം മാറ്റും.
പിന്നെ ആരെങ്കിലും എൻ്റെ കൂടെ കളിക്കേണ്ട കയ്യിൽ ബെഡ്റോക്കാ. ജാവയിൽ നല്ല ലാഗ്. ഞാൻ 1.21 കയറ്റി ജാവയിൽ. പക്ഷേ ഇതിൽ ഞാൻ കയറ്റിയില്ല. പക്ഷേ ചിലപ്പോൾ ഈ വേൾഡൊക്കെ പോയാലോ. ഇതിനൊന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞോണം എങ്ങനെയാണ് വേൾഡ് പോയി എത്രയും കഷ്ടപ്പാട്. കഷ്ടപ്പാട് കുറച്ച് കാലമായി. ഇതിൻ്റെ സീഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഞാൻ ഇതിൻ്റെ സീഡ് എവിടെയോ കണ്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. ഏതൊരു യൂട്യൂബർ ബെസ്റ്റ് സീഡ്. എനിക്കറിവില്ല എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ. പക്ഷെ എന്തോ ഇങ്ങനെ ജനറേറ്റ് ആയതാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സീഡ് എടുത്തല്ല, നാച്ചുറൽ ആയതാണ്. നല്ല നാച്ചുറൽ നല്ല സീഡ് സെലക്ട് ചെയ്ത സീഡ് തന്നെ എന്തൊക്കെയാണ് അങ്ങനെ. ഇങ്ങനെ എനിക്ക് ഡയമണ്ടിൻ്റെ മൈനിങ്ങിന് പോയ സ്ഥലം എനിക്കറിയില്ല. ഈ ലൈബ്രറിയിലൊക്കെ ഇവിടുന്ന സിൽവർ ഫിഷിൻ്റെ ശബ്ദം. ഇത്രയും രാവിലെ ഒട്ടയാണ് ഇവന് കിടന്ന് ഉറങ്ങണമൊക്കെ. നീക്കടേ, ഇത് മടിയന്മാരാ. നീക്കടേ, എനിക്കൊരു പണിയില്ലല്ലോ. രാവിലെ ആടാ ഒന്നും പറയത്തില്ല. ട്രേഡിംഗ് ലാബ് അണ്ണന്മാരെ വന്നിട്ടുണ്ട്. നല്ല ട്രേഡ് അല്ലേ. നമ്മളിപ്പോ ഇത് വാങ്ങാൻ പോവാ. അണ്ണന്മാര് തുപ്പു കേട്ടോ. തുപ്പു അവർ കണ്ടില്ലോ. തുപ്പു സാമ്പിളിങ് ഇടാൻ മറന്നുപോയില്ലേ. ഞാൻ അതിൻ്റെ കാര്യം തന്നെ മറന്നു. സാമ്പിളിങ്ങിൻ്റെ ശരിയത് വരാൻ മനസ്സിലേക്ക് ഇത്രയും കുറേ കണ്ടുപിടിക്കാൻ കുറേ നേരെടുത്ത് ഒരു 2-3 ദിവസം എടുത്ത് കണ്ടുപിടിക്കാൻ. ആ സ്ഥലമാണെങ്കിലും കോച്ച് എനിക്ക് ചിലൊരു മറവിൻ്റെ അസുഖമുണ്ട്. എന്താ പറയുക, കോച്ച് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ കുറച്ചൊരു ഇത് കണ്ടുപിടിച്ചു. എന്ത് പറയുക, എൽറാടെയുള്ള സ്ഥലം എന്തെങ്കിലും വാട്ടർട്ടം പോകണം. അല്ല, ഗാർഡിയൻ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്, മറന്നുപോയി. ായിരുന്നു എന്താണ് മറന്നുപോയി. അത് കണ്ടുപിടിച്ച് പിന്നെ 2 മഷ്റൂമും കണ്ടുപിടിച്ച് മഷ്റൂം ഐലൻഡ് അവിടേക്ക് ബേസ് ഇട്ടായിരുന്നു. പക്ഷേ ലക്കില്ല. അവിടെ മോബ്സ് സ്മോണാവില്ല. പിന്നെ ഇവിടെ പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പീസ്ഫുള്ളാണോ ഒരു സംശയം. ഇവിടെ മോബ്സ് ഇപ്പോൾ ഒരു ദിവസമല്ല, ഇത് കുറേ ആയി. ഇപ്പം കുറേ അല്ല, ഇന്നലെയൊക്കെ മോബ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നില്ല ഇതുവരെ രാത്രിയായിട്ട്. എനിക്ക് ഇവിടെ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു. കൈ കെട്ടിയ കണ്ടാലും പൊട്ടി. ഈ അണ്ണന്മാരിപ്പോൾ എങ്ങനെയും കൊല്ലണം. ഞാൻ എന്തൊരു പാർട്ടിക്കിൾസും കണ്ടല്ലോ ഇപ്പോൾ. പിന്നെ ഈ അണ്ണൻ എവിടുന്നോ ആണ് വന്നത്. എനിക്കാണെങ്കിൽ അണ്ണാ ചേടാ നമുക്ക് ഡ്യൂട്ടില്ല. ഞാൻ ചവനും കത്തിക്കാൻ. നമുക്ക് ഈ സാധനം പോക്കണം. എന്നിട്ട് അടിപൊളി വലിയൊരു ചർച്ചാക്കണോ. ചർച്ച തന്നെയാണ് തോന്നുന്നു. കാരണം ഈ സാധനം മൊത്തം പൊട്ടിക്കണം.
ഹായ് അണ്ണ, ഞാൻ അണ്ണൻ്റെ ഈ സാധനം ഒന്ന് ഉള്ളിൽ പുറത്തേക്കാണ് വെക്കുകയാണ്. വെച്ചാ ഇവിടെ പണി നടക്കാൻ പോവാം. ഗെറ്റ് ഔട്ട് ഓടേ, ഇവിടെ പുറത്ത് ഓടേ. നാളെ കയറി വരുന്നുണ്ടോ? എന്തൊക്കെയോ ഞാൻ ചെയ്യണം. എനിക്കങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ പറയട്ടെ ചത്തുണ്ട്. ഇവിടെ പാർക്കോർ പ്രോ അല്ലാത്തതുണ്ട്. പാർക്കോർ പ്രോയെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ഒരു കാര്യം ബോട്ടിൽസൊക്കെ എന്ത് ചെയ്ത് ഞാൻ എങ്ങനെ അറിഞ്ഞത് ഈ വീട്ടിൻ്റെ ഏറ്റവും മേലെ കയറിയല്ല, മേലെയല്ല ഈ 2 ബോട്ടിൽ എന്തിനും ഓരോ എന്നല്ലേ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. ഡിസാഡോ ഞാൻ പാർക്കോർ പ്രായം ഇത്ര ഹൈറ്റിലല്ല ഡ്രീമൊക്കെ ചാടി, കുറേ ഹൈറ്റിൽ പോയോ അവിടെ. എനിക്ക് മറന്നു ഈ സാധനം നല്ലപോലെ പിടിച്ച വീഴൊന്ന് മറന്നു. പിന്നെ കൈസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇതിലൂടെ അടക്കുമ്പോൾ എന്താ സാധനം അറിയോ, അത് അതൊരു എൻ്റർ പോർട്ടലാ. ഞാൻ പറഞ്ഞില്ല കുറേ എൻ്റർ പോർട്ടലിൻ്റെ ഒക്കെ ഓഷൻ്റെ മേലെ. അതൊറ്റെണ്ണോ 2 ഉണ്ടായിരുന്നു. അതൊക്കെ ഏതോ പാട്ടിലിന് അത് മറ്റേ വേറെ. പിന്നെ ഇതില്ലേ ഇവിടെ എത്ര ഡ്രൗണുകളെ കുറേ ഡ്രൗണൊക്കെ വരിക. പീസ്ഫുൾ ആയതുകൊണ്ട് ഇവിടെ ഡ്രൗണുകൾ വന്നില്ല. ഇത് പീസ്ഫുള്ളായ ഡ്രൗണ് വരില്ലല്ലോ, മറന്ന്. പീസ്ഫുൾ ആക്കരുത് വെച്ചാൽ ചലഞ്ചിങ് സർവൈവൽ തന്നെ വെച്ചാൽ ആക്കിയാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്ന് കളിക്കാൻ കൊടുത്ത അവന് എന്തൊക്കെയൊക്കെ ചെയ്ത് എന്നെ 20 പ്രാവശ്യമൊക്കെ കൊന്നു. കളിക്കാറുമല്ലോ ഞാൻ ചത്തടുകൂടി ലീല് ഓന്തനെ തന്നെ കൊന്നു. എന്താ പറ്റിയ അങ്ങനെ ഈ സാധനത്തിൽ ഒരു കൂടില്ല. എൻ്റെ മീൻ കുട്ട ഞാൻ ഈ ഡോർ ഒരിക്കലും തുറന്നത് വെച്ചാൽ ഞാൻ ഇന്നലെ തുറന്ന് പറഞ്ഞില്ലേ അണ്ണന്മാരൊക്കെ തോറ്റി. അമ്മമാർ ജയിഹിന്ദല്ല സോറി ഇറങ്ങി പോടാ, ഇറങ്ങി. പൈസയൊക്കെ കൂട്ടൂലേ എന്നെ കാണുക. ഇല്ല എൻ്റെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഡോറെ പോകുമ്പോൾ അടച്ചിടാം, അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് പറഞ്ഞ 2 ആർമർക്കും ഈ സാധനമാണ് തേരന്നെ നടന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഫണ്ണാവാം. ഈ പാലം പൊട്ടിച്ചാൽ വെറുതെ ഈ പാലങ്ങൾ വെറുതെ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്ത് നിന്നിട്ട് പോകാൻ മതിയല്ലേ. വിഷുവിന് പൊട്ടിക്കായിരുന്നു, വിഷു ആയില്ല കഴിഞ്ഞ്. ചെറിയൊരു ചുമണ്ട് ചേട്ടാ, അങ്ങോട്ടൊന്നും പോകില്ല. ഈ ഇതൊക്കെ കുറേ എടുത്തിട്ടോ കുറേ ഉണ്ട്. ഇപ്പോൾ 2-3 സ്റ്റാക്ക്, 2-3 അല്ല 4 സ്റ്റാക്ക് കൊട്ടായിട്ട് മൊത്തത്തിൽ കണ്ടെത്തുക തന്നെ. 1 സ്റ്റാക്ക് 2 സ്റ്റാക്ക് അല്ല ഇത് 3 സ്റ്റാക്ക്. ഇത് 3 6 അത്രയാണ്. കുറേ സ്റ്റാക്ക് ഉണ്ട്.
ഇത്രയൊക്കെ ഉണ്ടാ. ഞാൻ പിന്നെ ഈ സാധനം പൊട്ടിയാണ് വിചാരിക്കുന്നത്. വെച്ചാൽ രസമില്ല, ഓൾഡ് ഡിസൈൻ. ഈ വേൾഡൊക്കെ പോയ ഗോവിന്ദ. ഇതിൻ്റെ ഉള്ളിലൊരു അണക്ക എത്രയോ സൈഡ് ഉണ്ടായിട്ട് അവിടെ പോടാ പൈസ കൂട്ടി ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ പൈസ എന്താ ചെയ്യുന്നത്? ആരും കണ്ടില്ല വിചാരിക്കണം. പൊട്ടിയോ? പൊട്ടി 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 പൊട്ടിക്ക്. എന്താണ് ഉഷാറില്ല. തുറക്കടേ, അറിയടേ, നടന്നോടേ, പരിപ്പടേ. ഓക്കെ, പറഞ്ഞു പൊട്ടിച്ച് 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 പൊട്ടിച്ച്. അപ്പം ഇവിടെ ഒന്ന് വയ്ക്കാം കേട്ടോ. ഓക്കെ, വില്ലേജർ ചത്തില്ല. ഓ മൈ ഗോഡ്, വില്ലേജറിന് പവറ് ലേശം കൂടുതല. ഒരു DND കൂടി ഉണ്ടല്ലേ, ഒന്നും ഉപ്പില്ല. ഞാൻ കുറച്ച് TNT കൂടി ഒപ്പിച്ചിട്ട് വേഗം വരെ. അപ്പം നമ്മൾ കുറച്ചുകൂടി സാധനം എടുത്തു. ഈ സുന്ദരി സാധനം മറന്നു മാതിരി നോക്കട്ടെ. അപ്പം നമ്മൾ ഇവിടെ ലൂട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ സൈഡ് പിടിക്കണം. നമ്മൾ 13 TNT കുറച്ച് നേരെ എടുത്ത് മാമൻ വരാൻ വന്നില്ല. പുസ്കും പുസ്കും അയ്യോ, നിങ്ങളൊക്കെ എങ്ങോട്ടേലും ഓടടേ. ഈ വില്ലേജർ ഈ വില്ലേജർ ഇവനും പൊട്ടൻ വില്ലേജർ പൊട്ടിക്കാനല്ല പറഞ്ഞ, പ്ലേസ് ചെയ്യാനാ. ചത്ത് 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 തീർന്നു. ഇതൊരു പക്ക പോയി. ചത്ത് 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 അല്ലേ പറയും. ചത്ത് 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 തീർന്നു. എങ്കല്ലേ പ്രശ്നമില്ലല്ലോ. ഓയ് ഓയ്, ഇത് കണ്ടില്ലല്ലോ. ട്രഷർ മാപ്പ് ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കാണുമോ? ഇല്ലല്ലോ. ചിലവാകണ്ട. കുറച്ച് സാധനങ്ങളും കിട്ടിയല്ലോ. തൃപ്തിയായി ഞാൻ. അല്ല, എനിക്ക് തൃപ്തിയായി. ക്രീപ്പർ പൊട്ടി വരെ എത്തിച്ചു. അതേപോലെ എന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കൂട്ടൊക്കെ ഒക്കെ വേസ്റ്റ് പോയി. മാപ്പ് നോക്കിയാട്ടാ. ലാൻഡ് ഓട്ടിടുക പെട്ടെന്ന് തിരിച്ചെന്നാൽ മതി. ഗൈസ്, ഞാനപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ലെന്ത് കൂടും. ഗൈസ്, ഞാൻ കണ്ടു നോക്കൂ. ഇതിനെ ഇരുത്തിട്ട് ആരാ സെർച്ച് ചെയ്തത്?
ഒരു ഐലൻഡ് ഏരിയക്ക് കിട്ടുക വഴി പറയും. ഒരു ഐലൻഡ് ഏരിയ. ഞാനൊരു മരത്തിൻ്റെ സാമ്പിളിങ് എവിടെ വരെ പോയി ഈ സ്ഥലം കണ്ടുകൂടില്ല ഞാൻ. അടിയില പറയുന്നു, വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടു. എനിക്കിഷ്ടമല്ല സാൻഡ് ചെസ്റ്റൊക്കെ പൊട്ട്. അതാണ് എനിക്കൊരു വർക്കാവുന്ന എവിടെയായിരുന്നു കറക്റ്റ് ഈ സ്ഥലം എവിടെയാ? അതില്ല ഇങ്ങോട്ടോ. ഇവിടെ തിരിച്ച് ഇങ്ങനെയല്ല നടക്കണ്ടേ. അത്ര വർക്കാവില്ല. അവിടെ തിരിച്ച് കാര്യം ചെയ്യാം. മോട്ടറൊക്കെ ഉണ്ടാവും. ഗൈസ് നമുക്ക് സാധനം കിട്ടി. അത് ഈ ഓട്ടൻ്റെ ഉള്ളിലാണ്. കണ്ടടി അടിച്ചത് ചത്തേനെ മരത്തിന് അടിച്ചായിരിക്കും. എന്തോ സാധനം വെച്ചിട്ട് എന്തോ ആക്കിയതാണ്. ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് വരാം. വില്ലേജ് പോകണം, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ചാത്തന്മാരൊക്കെ വന്ന് കൊണ്ടു പോയിട്ട് വരാം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരു ഷോർട്ടാണോ വലുതാണോ വേറെ, പക്ഷെ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. പക്ഷേ അല്ല, പിന്നെ അടുത്ത എപ്പിസോഡിന് എല്ലാവരും വീട്ടിൽ കയറും. പിന്നെ ഈ ഡയമണ്ടൊക്കെ ഞാൻ തന്നെ മൈൻഡ് ചെയ്താൽ ഗൈസ് അത്രയും കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഗ്രൈൻഡ് അടിച്ച ഗൈസ് അങ്ങനെയുണ്ട്. സെക്കൻഡ് വീഡിയോയിൽ തന്നെ ഡയമണ്ട് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.